അതിരുകൾ ഭേദിക്കാൻ വരുന്നവർ അറിയുക, ഇത് പേർഷ്യൻ കരുത്തിന്റെ മണ്ണാണ്. ഇറാന്റെ സ്വയംഭരണ അവകാശത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന അധിനിവേശ ശക്തികളുടെ അന്ത്യം കുറിക്കാൻ സമയമായിരിക്കുന്നു. അമേരിക്കയുടെ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൻ ചെങ്കടലിൽ നിന്ന് വിറച്ചത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് ഇറാന്റെ ആത്മവീര്യത്തെ തൊട്ടുകളിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ്. സ്വന്തം നേതാവിനെ രക്തസാക്ഷിയാക്കിയ ചതിക്ക് പകരം ചോദിക്കാൻ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വാക്കും നോക്കും വേണ്ട, പ്രഹരം മാത്രം. നമസ്കാരം. ഞങ്ങളെ കൊന്നോളൂ, ഞങ്ങളുടെ ആശയങ്ങൾ 1000 പുനർജനിക്കും എന്ന ഖാംനെയിയുടെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. ഓരോ ഇറാൻ സൈനികനും ഇന്ന് ഒരു ഖാംനെയിയായി മാറിയിരിക്കുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവസരം ഉണ്ടായിട്ടും ജനതയ്ക്കൊപ്പം നിന്ന് മരണം വരിച്ച ആ നേതാവ് നൽകിയ ഊർജം ലോകത്തിലെ ഏത് വൻപൻ ശക്തിയെയും നിലംപരിശാക്കാൻ പോകുന്നതാണ്. ചതിയുടെ രാഷ്ട്രീയത്തിന് ഇനി ഇവിടെ സ്ഥാനമില്ല. ഇനിയുള്ളത് ഇറാന്റെ ഉരുക്കുകൈകളുടെ പ്രഹരം മാത്രമാണ്. കേവലം ഒരു വ്യക്തിയെയോ സൈനിക താവളത്തെയോ ലക്ഷ്യം വെക്കുന്നതിനും അപ്പുറം ഒരു ജനതയുടെ ആത്മാഭിമാനത്തെയും പരമാധികാരത്തെയും അമേരിക്കയും ഇസ്രായേലും ചോദ്യം ചെയ്തു. സമ്പത്തും ആയുധബലവും കാട്ടി ലോകത്തെ ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് തെറ്റി. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചിട്ടും ചതിയിലൂടെ നേതാക്കളെ വീഴ്ത്തിയിട്ടും തളരാത്ത വീര്യമാണ് ഇറാന്റെ കരുത്ത്. കടലിലും കരയിലും ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഓരോ വിരലും തകർത്തെറിയപ്പെടുമെന്ന് ടെഹ്റാനിൽ നിന്നുള്ള സൈനിക വിളംബരം വ്യക്തമാക്കുന്നു. ഭൂമിക്കടിയിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് വെറും ആയുധങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ഇടുത്തികളാണ്. ഖാംനെയി എന്ന നായകൻ പടുത്തുയർത്തിയ ആ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് സജ്ജമായി കഴിഞ്ഞു. റഡാറുകൾക്ക് പിടികൊടുക്കാത്ത ഡ്രോണുകളും ഭൂഖണ്ഡങ്ങളും താണ്ടുന്ന മിസൈലുകളും ഇനി സംസാരിക്കുക ശത്രുവിന്റെ ഭാഷയിലായിരിക്കും. ലോകത്തിലെ അജയ്യനായ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട USS എബ്രഹാം ലിങ്കന് ഏറ്റ പ്രഹരം സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ്. ബലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് അമേരിക്കൻ അഹങ്കാരത്തെ കടലിൽ നിർത്തി വിറപ്പിച്ചപ്പോൾ അത് ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നാണ്: ഇറാന്റെ മണ്ണിലോ വെള്ളത്തിലോ ഇനി നിങ്ങളുടെ കളി നടക്കില്ല എന്നു തന്നെ. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു വിദേശ ശക്തിക്കും ഇനി മടക്കം ശവപ്പെട്ടിയിലായിരിക്കും. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ശത്രുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇറാന്റെ മിസൈൽ കരുത്ത്. ഖാംനെയിയുടെ രക്തസാക്ഷിത്വം ഇറാന്റെ ഓരോ മിസൈലിലും പകയുടെ കനലായി മാറിയിരിക്കുന്നു. അതിരുകൾ കാക്കാൻ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ലോകത്തെ ഏതു വലിയ ശക്തിയും മുട്ടുമടക്കേണ്ടി വരും. ഇറാന്റെ പരമാധികാരത്തിന്മേൽ ഇനി ഒരു നിഴലു പോലും വീഴാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ആ രാജ്യം. സാമ്രാജ്യത്വ ശക്തികളുടെ അന്ത്യം കുറിക്കാൻ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. USS എബ്രഹാം ലിങ്കന് ഏറ്റ പ്രഹരം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണി മാത്രമാണ്. ഇറാന്റെ പരമാധികാരത്തെ തൊട്ടുകളിച്ചവർക്കുള്ള ശിക്ഷയുടെ അടുത്ത അധ്യായം ഒരുങ്ങിയിട്ടുണ്ട്. തന്റെ ജനതയെ ഒറ്റിക്കൊടുക്കാതെ രക്തസാക്ഷിത്വം വഹിച്ച ആ വലിയ നേതാവിന്റെ വേർപാടിൽ ഇറാൻ ഇന്ന് ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. ആ അഗ്നി പശ്ചിമേഷ്യയിലെ എല്ലാ അധിനിവേശ താവളങ്ങളെയും ഭസ്മമാക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എബ്രഹാം ലിങ്കൻ എന്ന കപ്പലിന് പിന്നാലെ മേഖലയിലെ മറ്റു USS താവളങ്ങളും ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണത്തിലാണ്. ഇറാന്റെ സ്വയംഭരണാവകാശത്തിന്മേൽ ആരു കടന്നു കയറിയാലും അവരുടെ പതാകകൾ ചെങ്കടലിലെ തിരമാലകളിൽ അലിഞ്ഞു ചേരും. ഇത് വെറുമൊരു ഭീഷണിയല്ല, രക്തസാക്ഷിയുടെ ചോരയിൽ തൊട്ടുള്ള സത്യമാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനികമായ ബലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഒരു വിദേശ ശക്തികൾക്കും തങ്ങളുടെ മണ്ണിൽ എളുപ്പത്തിൽ കടന്നുകയറാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുന്ന ഇറാന്റെ പ്രതിരോധ ശേഷി പശ്ചിമേഷ്യയിൽ സമാന്തരമായ ഒരു ശക്തി കേന്ദ്രമായി ഇറാനെ മാറ്റിക്കഴിഞ്ഞു. ഈ സൈനിക ശേഷി നശിപ്പിക്കുക എന്നത് മേഖലയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് തടസ്സമില്ലാതെ വിഹരിക്കാൻ അനിവാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സുകളിലൊന്നായ ഇറാന്റെ എണ്ണയും വാതകവും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്ന പഴയ സാമ്രാജ്യത്വ മോഹവും ഇതിനു പിന്നിലുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലായിരിക്കുന്നത് ആഗോള എണ്ണ വിതരണത്തിൽ അവർക്ക് വലിയ സ്വാധീനം നൽകുന്നുണ്ട്. ഈ സ്വാധീനം ഇല്ലാതാക്കി എണ്ണ വിപണിയെ പൂർണ്ണമായും ഡോളർ അധിഷ്ഠിതമായി നിലനിർത്താൻ ഇറാനിലെ ഭരണമാറ്റം ഇപ്പറഞ്ഞവർക്ക് അനിവാര്യമാണ്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളെ അതിജീവിച്ച ജനത തങ്ങളുടെ നേതാവിന്റെ വിയോഗത്തിൽ തളരുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ ഐക്യപ്പെടുകയാണ് ഇവിടെ ചെയ്തത്. ലോകത്തിലെ എണ്ണ വിതരണത്തിലെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഈ കടലിടുക്ക് അടച്ചാൽ ആഗോള എണ്ണ വിപണി നിമിഷങ്ങൾക്കുള്ളിൽ തകരും. എണ്ണവില ബാരലിന് $150 മുതൽ $200 കുതിച്ചുയരുന്നത് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തും. ചരക്കു നീക്കം തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ മഹാമാന്ദ്യത്തിനും വഴിതെളിക്കും. ഇറാൻ വികസിപ്പിച്ചെടുത്ത അസിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രം അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്.
നേർക്കുനേർ യുദ്ധത്തെക്കാൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞുള്ള ആക്രമണങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ശത്രുവിനെ തളർത്തുന്ന രീതിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് യുദ്ധം ട്രംപ് വിചാരിച്ചതിനേക്കാൾ ധൈര്യമുള്ളതാക്കുകയും അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും ഇറാൻ ഒരു നിമിഷം പോലും പതറി നിൽക്കുന്നില്ല. ഇറാന്റെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പരമോന്നത നേതാവിന്റെ വിയോഗം ഇറാന്റെ പ്രതിരോധ നിരയെ തകർക്കുമെന്ന പാശ്ചാത്യ ശക്തികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സൈന്യം കൂടുതൽ കരുത്തോടെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ടെഹ്റാനിൽ ഇപ്പോൾ കാണുന്നത്. അമേരിക്കൻ, ഇസ്രായേൽ എംബസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ വലിയ പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമാകുന്നു. ഇത് ആഗോളതലത്തിൽ വലിയൊരു സുരക്ഷാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇതിഹാസത്തെ ചതിയിലൂടെ ഇല്ലാതാക്കിയവർക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. സ്വന്തം ജീവൻ ബലി നൽകിയും രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ച ആ ധീര നേതാവ് തുടങ്ങിവെച്ച വിപ്ലവം ഇന്ന് ഓരോ ഇറാനിയന്റെയും സിരകളിൽ അഗ്നിയായി പടരുകയാണ്. ഒളിച്ചിരിക്കാനല്ല, ശത്രുവിന്റെ കോട്ടയിലേക്ക് ഇടുത്തിയായി പതിക്കാനാണ് ഇറാൻ സൈന്യം ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ ആക്രമണം റഷ്യയെയും ചൈനയെയും ഇറാനോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ ഈ രാജ്യങ്ങൾ രൂപീകരിക്കുന്ന പുതിയ സൈനിക സാമ്പത്തിക സഖ്യം ലോകത്തെ വീണ്ടും ഒരു ശീതയുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇവരുടെ നീക്കങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായേക്കാം. ആയത്തുള്ള അലി ഖാംനെയി എന്ന സൂര്യൻ അസ്തമിച്ചത് വലിയൊരു പ്രളയത്തിന് മുന്നോടിയായാണ്. ആ പ്രളയത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ഒലിച്ചുപോകുന്ന കാഴ്ചയായിരിക്കും ലോകം ഇനി സാക്ഷ്യം വഹിക്കുക. ഇറാന്റെ യഥാർത്ഥ കരുത്ത് ഇനി ലോകം അറിയാൻ പോകുന്നു.